ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഏറ്റവും പുതിയ വോൾവോന്റെ XC90 പ്ലഗ് ഇൻ ഹൈബ്രിഡ് വണ്ടിയാണ് നമ്മുടെ ബാക്കിലുള്ളത്. T ഷേപ്പിലുള്ള നമുക്ക് LED ഡേ ടൈം റണ്ണിങ് ലാമ്പ് വരുന്നുണ്ട്. ആ ഒരു ഹാമർ ഷേപ്പിലുള്ള ആ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ മെട്രിക്സ് ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ മൂവ്മെന്റ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യും. ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു സ്ലാക്സ് ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് വോൾവോന്റെ ലോഗോ കാണാൻ പറ്റും. അതുപോലെ നടുക്കോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു 360 ഡിഗ്രീൻ്റെ ക്യാമറാസ് നമുക്ക് കാണാൻ പറ്റും. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് XC90 ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ ഒരു ടൈം റണ്ണിങ് ലാമ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് വരുന്നുണ്ട്. നമുക്ക് അതുപോലെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ വീൽസ് ഒക്കെ വരുന്നത് 21 ഇഞ്ചിൻ്റെ നമുക്ക് വീൽസ് ആണ് നമുക്ക് വരുന്നത്. അതിനകത്ത് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അതുപോലെ ഒരു സ്റ്റീൽ ഫിനിഷും ഉള്ള ആ ഒരു അലോ വീൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോൾ കിട്ടുന്നത്. വീൽ ആർച്ച് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഫൈബർ ഫിനിഷ് അല്ല, നമുക്ക് ആ ഒരു ബോഡി കളേർഡ് ആയിട്ടുള്ള ആ ഒരു നല്ലൊരു കട്ടിങ്ങോട് കൂടി വന്നിട്ടുള്ള ഒരു വീൽ ആർച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അവിടെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള നമുക്ക് ആ ഒരു സൈഡ് വ്യൂ മിറേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഡോർ ഹാൻഡിൽസ് വരുന്നത് നമുക്ക് ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് റിക്വസ്റ്റ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ID എന്നുള്ള ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. നല്ലൊരു മാസീവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമുക്ക് ഈ ഒരു XC90 പ്ലഗ് ഇൻ ഹൈബ്രിഡ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു ട്രഡീഷണൽ വോൾവോൻ്റെ ആ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. കുറച്ചും കൂടെ ക്രിസ്റ്റൽ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ. നമുക്ക് ആ T8 ലോഗോ കാണാം, പ്ലഗ് ഇൻ ഹൈബ്രിഡ്, ഓൾ വീൽ ഡ്രൈവ്, അങ്ങനത്തെ ലോഗോസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. വോൾവോൻ്റെ നമുക്ക് ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ നീട്ട് ചെയ്തേക്കുന്ന കാണാം. XC90 ബാഡ്ജിങ് നമുക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റും. ബാക്കിൽ നിന്ന് വരുന്ന ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. നമുക്കതുപോലെ ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതേപോലെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഇലക്ട്രോണിക്കലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്താണെങ്കിൽ നമുക്ക് 3 റോ നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിനകത്ത് ലൈറ്റ്സും അതുപോലെ നമ്മുടെ ആ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുത്തു വെക്കാൻ പറ്റും. അതുപോലെ സീറ്റ്സ് നമുക്ക് ഫോൾഡ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് പിടിച്ച് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് 3rd റോയിൽ നമുക്ക് വരുന്നുണ്ട്. AC വെൻസും വരുന്നുണ്ട്. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു ബൂട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. 2nd റോയിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ ഡോർ പാഡിലേക്ക് വരുമ്പോൾ വളരെ മിനിമലിസ്റ്റിക് ആണ്. അതേ സമയത്ത് ടച്ച് ആൻഡ് ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സോളിഡ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ നമുക്ക് സൺഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഒരു ഡോർ പാഡ് വരുന്നത്. പ്രീമിയം സൗണ്ട് സിസ്റ്റം നമുക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ആംബിയൻ ലൈറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഭയങ്കര സോളിഡും അതേ സമയത്ത് നമ്മുടെ ആ ഒരു സീറ്റ്സിൻ്റെ ക്വാളിറ്റി ഈസ് ടോപ്പ് നോച്ച്. ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ആ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സിസ്റ്റം ഒക്കെ കാണാൻ പറ്റും. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു സെറ്റപ്പ് ഒക്കെ കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് ചാർജിങ് സോക്കറ്റൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ വളരെ ഈ ഒരു ലെതറിൻ്റെ ക്വാളിറ്റി ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. നല്ലൊരു കിടക്കൻ ലെതറിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫുൾ ബാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ബാക്കിലേക്ക് പോകാൻ നമുക്ക് പറ്റും. നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡ് ഡോർ പാഡിൽ നമുക്ക് ആ ഒരു മെമ്മറി സീറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ബെക്കിൻസൺസിൻ്റെ നമുക്ക് സൗണ്ട് സിസ്റ്റം ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ആ ഒരു ടച്ച് ആൻഡ് ഫിനിഷ് ഒക്കെ നല്ല കിടക്കൻ ടച്ച് ആൻഡ് ഫിനിഷ് ആണ്. നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ വരുന്നത് നമുക്കൊരു ചെറിയൊരു കുഞ്ഞ് സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോളിൻ്റെ ആ ഒരു ബട്ടൺ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് വോളിയം കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു AC വെൻസിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫാബ്രിക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും. അതിനകത്താണ് അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നത്. AC കൺട്രോൾസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് വോളിയം കൺട്രോൾ അതുപോലെ സ്കിപ്പ് ചെയ്യാനുള്ള ഹസാർഡ് ബട്ടൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സെക്ഷൻ ചാർജിങ് വരുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ഡയമണ്ട് കട്ടോട് കൂടിയുള്ള ആ ഒരു ഗിയർ ലിവർ നമുക്ക് കാണാൻ പറ്റും. ആ സെലക്ടറൊക്കെ വളരെ പ്രീമിയം ആയിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്ക്
ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ പാസഞ്ചർ സൈഡൊക്കെ ആണെങ്കിലും വളരെ ഒരു അടിപൊളിയായിട്ട് തന്നെ അത് ലേ ഔട്ട് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് മെമ്മറി സീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഡ്രൈവർ സൈഡിലാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റിൽ അത്യാവശ്യം സ്ഥലം വരുന്നുണ്ട്. അതിനകത്താണ് നമുക്ക് ആ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനകത്ത് 2 ചാർജിങ് സോക്കറ്റൊക്കെ കൊടുത്ത് വളരെ പ്രീമിയം ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ അതുപോലെ നമുക്ക് സൺറൂഫ് നമുക്ക് വരുന്നുണ്ട്. നല്ല വലിയൊരു സൺറൂഫ് ഏരിയ വരുന്നുണ്ട്. എല്ലാ സെറ്റപ്പുകളും കൂടി ഉള്ളൊരു കിടുക്കൻ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു XC90. അതുപോലെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അതുപോലെ നമുക്ക് HUD വരുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കൊരു കുഞ്ഞു ഡ്രൈവ് പോയിട്ട് വരാം. നമുക്കിത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നല്ലൊരു കൺജസ്റ്റഡ് ഏരിയ ആണെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ 360 ഡിഗ്രി ക്യാമറാസ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ, അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് നമുക്ക് മാപ്സ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ വണ്ടി ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് പകൽ സമയത്ത് നമുക്ക് ഈ സിറ്റി കൂടെ ഓടിക്കുന്ന സമയത്തൊക്കെ ഹൈബ്രിഡ് ആ ഒരു അസിസ്റ്റിൽ നമുക്കിത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനകത്ത് എഞ്ചിൻ വരുന്നത് ഒരു 2 ലിറ്ററിന്റെ 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിന്റെ പവർ ഔട്ട്പുട്ട് ഒക്കെ നമുക്ക് വരുമ്പോഴത്തേനും ഹോഴ്സ് പവർ വരുന്നത് 455 ഹോഴ്സ് പവർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ടോർക്ക് വരുന്നത് 523 LB നമുക്ക് ഇതിനകത്ത് ടോർക്ക് വരുന്നുണ്ട്. അതുപോലെ 0 to 100 ഒക്കെ നമുക്ക് 5 സെക്കൻഡ്സിൽ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു 100 ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ എത്തും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 5000 LBന്റെ നമുക്ക് ഇതിനകത്ത് ഒരു ടോയിങ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് ഡ്രൈവ് മോഡ്സുകൾ വരുന്നുണ്ട്. ഓരോ ഡ്രൈവ് മോഡ്സിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് സസ്പെൻഷനകത്ത് നമുക്ക് ചേഞ്ച് വരുന്നുണ്ട്. അതിന്റെ നമുക്ക് ആ റെസ്പോൺസ് കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു കമാൻഡിങ് പൊസിഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പൊ ഈ ഒരു ക്യാമറ ആംഗിളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു കമാൻഡിങ് പൊസിഷനിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എടുത്തോണ്ട് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയാ ഒരു SUV എടുക്കുന്നതിന്റെ ആ ഒരു സുഖം നമുക്ക് ശരിക്കും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ സിമ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് പോകാം. നമുക്കിപ്പോ നമ്മുടെ ട്രോണോയിലെ ഏറ്റവും നമുക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ കൂടെയാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. മെയിൻ ഡൗൺ ടൗൺ ഏരിയ ആണ്. എന്നിട്ട് പോലും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും. അതുപോലെ നമ്മുടെ കൂടെയുള്ളത് വോൾവോന്റെ നമുക്ക് സ്റ്റാഫാണ്. പുള്ളി ഇതിനകത്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. പുള്ളി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഞാൻ സസ്പെൻഷന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പുള്ളി അതിനകത്ത് സസ്പെൻഷന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുവാണ്. നമുക്ക് എങ്ങനെയാണ് അതിന്റെ നമ്മുടെ ആ ഒരു മോഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത്, ഏതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സ്റ്റാഫ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ബാറ്ററി വരുന്നത് നമുക്ക് 18.8 കിലോ വാൾട്ടിന്റെ ഒരു നമുക്ക് ബാറ്ററി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ നമുക്ക് മാക്സിമം സ്പീഡ് നമുക്ക് ഇതിനകത്ത് 108 വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് മാക്സിമം സ്പീഡ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് സേഫ്റ്റി ഫീച്ചറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ശരിക്കും ഇതിനകത്ത് 3 മെയിൻ സേഫ്റ്റി കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് ഇതിനകത്ത് വോൾവോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഒന്ന് നമുക്ക് ഇതിന്റെ ആ ഒരു സേഫ്റ്റി കേജ്, നമുക്ക് ആ ഒരു പ്രൊട്ടക്റ്റീവ് എന്താ പറയാ ഹൈ ബോറോൺ സ്റ്റീലുള്ള നമുക്ക് ആ ഒരു കേജ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രക്ചർ. അതുപോലെ നമുക്ക് പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പൈലറ്റ് അസിസ്റ്റന്റ്. നമുക്ക് ഇതിന്റെ ആ ഒരു പൈലറ്റ് അസിസ്റ്റ് നമ്മളെ ഒരുപാട് നമുക്ക് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും അതുപോലെ സ്റ്റിയറിംഗ് സപ്പോർട്ടും ഇന്ററാക്ഷൻസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ നമുക്ക് കൊലീഷൻ അവോയ്ഡൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ എന്താ പറയാ ഒരു പെട്ടെന്നൊരു വണ്ടിയുടെ മുമ്പിലേക്ക് ഒരു മൃഗം വന്ന് ചാടുവാണെങ്കിലോ അങ്ങനെയൊക്കെ സമയത്ത് അല്ലെങ്കിൽ ഒരു സൈക്ലിസ്റ്റ് അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്ന് ചാടുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ആ ഒരു കൊലീഷൻ അവോയ്ഡൻസ് കൊണ്ട് തന്നെ നമുക്കിത് നമുക്ക് വണ്ടി ആ ഒരു എമർജൻസിയിൽ നമുക്ക് സ്റ്റോപ്പ് ആവും. അതുപോലെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വരുന്നുണ്ട്. അതുപോലെ അങ്ങനത്തെ കുറേ ഫീച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് സേഫ്റ്റി ഫീച്ചറുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സഹായിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിന്റെ നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നത് നമുക്കൊരു മെട്രിക്സ് LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് വരുന്നത്. നമുക്ക് സാധാരണ LEDകളിലൊക്കെ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് മൾട്ടിപ്പിൾ സെഗ്മെന്റ് ആയിട്ടുള്ള ഒരു LED സിസ്റ്റം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുവാണെങ്കിൽ നമ്മുടെ വണ്ടീന്റെ ക്യാമറ അത് സെൻസ് ചെയ്തിട്ട് ആ ഒരു പോർഷനിലെ നമുക്ക് ആ ഒരു LEDകൾ മാത്രം ഓഫ് ആക്കിയിട്ട് ബാക്കി നമുക്ക് ഒരേ ബ്രൈറ്റ്നസ് നമുക്കിത് കീപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ നമ്മൾ ഈ ഡിമ്മും നമ്മൾ ബ്രൈറ്റും ഒക്കെ നമ്മൾ ചെയ്യുന്നതിന് പകരം ഇതിപ്പോ നമ്മൾ ആ ഒരു സെഗ്മെന്റ് മാത്രം ഓഫ് ആക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി സ്ഥലങ്ങളിൽ ഒരേ രീതിയിലുള്ള
നമുക്ക് വെട്ടം നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ആക്റ്റീവ് ബെൻഡിങ് ടെക്നോളജി നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പിനകത്ത് വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് തന്നെ ഈ ഒരു കോർണറൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലൈറ്റ് ചെറുതായിട്ടൊന്ന് നമുക്ക് ആ ഒരു പോർഷനിലേക്ക് മാറുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ടില് വെട്ടമില്ലാത്തൊരു പ്രശ്നം നമുക്ക് വരത്തില്ല. അതുകൂടാണ്ട് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് ആ ഒരു ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ഹൈ പ്രഷർ വാഷർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനും നമുക്ക് പറ്റും. അതുപോലെ നമ്മൾ ഇത് ഓടിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയാ ഇതിൻ്റെ ഒരു ആ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു സുഖം എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ ഇത് ഓടിക്കുന്നതിനനുസരിച്ച് ഇത് ഡൈനാമിക് ആയിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിങ്ങിന് വെയിറ്റ് നമുക്ക് മാറും. അതായത് നമ്മളിപ്പോ എന്താ പറയാ ചെറിയ സ്പീഡിലാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിങ് വളരെ സ്മൂത്ത് ആയിരിക്കും. അതേ സമയത്ത് നല്ലൊരു ഹൈ സ്പീഡിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഈ സ്റ്റിയറിങ് കുറച്ചും കൂടെ ഫേം ആയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയാ നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി കുറച്ചും കൂടെ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റിയറിങ്ങിൻ്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് എമർജൻസി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കാണുന്ന 360 ഡിഗ്രി ക്യാമറാസ് പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് അസിസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് അസിസ്റ്റിന്റെ ഒക്കെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമ്മുടെ ഇത് സ്റ്റിയറിംഗ് വൈബ്രേറ്റ് ആയിട്ട് നമ്മളെ കുറച്ചും കൂടെ എന്താ പറയുക പ്രോംപ്റ്റ് ചെയ്യാനൊക്കെ വളരെ സഹായിക്കും അത്. പിന്നെ നമുക്ക് ഇതിനകത്ത് പൈലറ്റ് അസിസ്റ്റ് വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഹീറ്റഡ് ആണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കോൾഡ് ക്ലൈമറ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് സ്റ്റിയറിംഗ് കുറച്ചും കൂടെ ആ ഒരു സുഖമായിട്ട് പിടിക്കാനും ഒക്കെ പറ്റും. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ നമുക്ക് ഇതിനകത്ത് ഡ്രൈവിംഗ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഡ്രൈവ് മോഡ്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലോവർ ചെയ്യണമെങ്കിൽ ലോവർ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് 2 എക്സ്ട്രീം മോഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഒരുപാട് മോഡ്സ് ഉണ്ട്. അതിനകത്ത് 2 എക്സ്ട്രീം എന്ന് പറയുന്നത് ഒന്ന് പ്യുവറും ഒന്ന് പവറും ആണ്. പ്യുവർ വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് മാക്സിമം കംഫർട്ട് വരും. നമുക്ക് ആ സ്റ്റിയറിംഗ് ലൈറ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് ആ ഇലക്ട്രിക് മാക്സിമം ഇതിനകത്ത് നമുക്ക് ആ ഒരു ഇലക്ട്രിക് മോട്ടറിന്റെ അസിസ്റ്റിലായിരിക്കും വണ്ടി ഓടുന്നത്. അതേ സമയത്ത് നമ്മൾ പവറിലേക്ക് മാറുമ്പോഴത്തേനും നമ്മുടെ എഞ്ചിനും അതുപോലെ മോട്ടറും രണ്ടും ഒരുമിച്ച് വർക്കായിട്ട് നല്ലൊരു പവർ ഔട്ട്പുട്ട് നമ്മുടെ ഇതിന്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് ഇതിന്റെ നമ്മുടെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്റ്റിഫ് ആവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അതുപോലെ നമ്മൾ ഈ മോഡ് മാറുന്നതനുസരിച്ച് ഇത് മാറുകയും ചെയ്യും. അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിലും വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് വോൾവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ആ സേഫ്റ്റിയാണ് നമ്മുടെ ആ ഒരു മനസ്സിൽ വരുന്നത്. അതിൻ്റെ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ഇതിനകത്ത് നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് 55 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ വന്ന് സേഫ്റ്റി നേരെ വന്ന് ഇടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അവിടെയാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നത്. ഇമ്പാക്റ്റ് വന്നിട്ടും അതിൻ്റെ സ്ട്രക്ചറിലോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല. ആ ഒരു ഡോറ് മാത്രം ചെറുതായിട്ടൊന്ന് ഇത് മാത്രമേ ആയിട്ടുള്ളൂ. അതാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും.